അവതാരകനായും നടനായും സംവിധായകനായുമെല്ലാം രമേശ് പിഷാരടി കയ്യടി നേടിയിട്ടുണ്ട്. രസകരമായ കഥ പറഞ്ഞ് ആളുകളെ കയ്യിലെടുക്കാനും പിഷാരടിക്ക് നന്നായി അറിയാം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ് പലപ്പോഴും പിഷാരടി പറയാറുള്ളത്. ഇപ്പോഴിതാ സലീം കുമാറിനെ കുറിച്ചുള്ള ഒരു കഥ പങ്കുവെക്കുകയാണ് രമേശ് പിഷാരടി. പക്ഷേ കഥയിൽ നായകൻ സലീം കുമാറല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. ഒരിക്കൽ സലീം കുമാറിനെ കാണാനായി മലപ്പുറത്ത് നിന്ന് ഒരു ആരാധകൻ വന്നു. കാഴ്ച പരിമിതി ഉള്ളവരായിരുന്നു അദ്ദേഹം. സലീം കുമാറിന്റെ ശബ്ദവും നിറവും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നാൻ കാരണം ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ താനും ഉണ്ടായിരുന്ന കൂടെ എന്നാണ് പിഷാരടി പറയുന്നത്. സംസാരത്തിനിടയിൽ സലീം കുമാർ ആരാധകന് 1000 രൂപ സമ്മാനമായി നൽകി. ആദ്യം എതിർത്ത സലീം കുമാർ ആരാധകന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പണം സ്വീകരിച്ചു. പോകാൻ നേരം എന്തിനാണ് പണം നൽകിയെന്ന് ചോദിച്ചു. എനിക്ക് കണ്ണില്ലല്ലോ, ഞാൻ ആളുകളെ കാണാൻ പോകുമ്പോൾ അവർ സഹായത്തിനാണ് വന്നതെന്ന് കരുതും. അവർ സ്നേഹത്തോടെ പൈസ തരുമ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ സത്യസന്ധത അവിടെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. അതിനാലാണ് ആദ്യം തന്നെ ഞാൻ പണം കൊടുത്തത്. ഞാൻ സഹായത്തിനല്ല സ്നേഹത്തിനാണ് വന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പിഷാരടി പറയുന്നു. ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചിന്തയും തങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ചുവെന്നും പിഷാരടി പറയുന്നു. പിഷാരടി പങ്കുവച്ച കഥ സോഷ്യൽ മീഡിയയുടെ ഉള്ളു തുറക്കുകയാണ്. അതേസമയം പെണ്ണുകേസാണ് പിഷാരടി അഭിനയിച്ച് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.